ഇതിൽ നമ്മൾ sp ഹൈബ്രിഡൈസേഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. sp ഹൈബ്രിഡൈസേഷൻ. അപ്പൊ sp3യും sp2ഉം നന്നായി കേട്ട് മനസ്സിലാക്കിയ നിങ്ങൾക്ക് ഇനി ഇതൊരു ചടങ്ങ് മാത്രമാണ്, വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. എന്തായിരിക്കാം? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് one s orbital, one s and one p orbital, അപ്പൊ ടോട്ടൽ എത്ര മിക്സ് ചെയ്യപ്പെട്ടു? 2 എണ്ണം. അങ്ങനെയാണെങ്കിൽ എത്ര പുതിയ സെറ്റ് ഓർബിറ്റൽസ് ഉണ്ടാകും? 2 എണ്ണം മിക്സ് ചെയ്യപ്പെട്ടാൽ 2 പുതിയ ഓർബിറ്റൽ. ഹൈബ്രിഡൈസേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓർബിറ്റൽസിന്റെ പേരെന്താ? ഹൈബ്രിഡ് ഓർബിറ്റൽസ്. മിക്സ് ചെയ്യപ്പെട്ടത് എസും പിയും അല്ലേ, അതുകൊണ്ട് ഉണ്ടാകുന്ന പുതിയ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ പേരാണ് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, സോ actually the sp hybridization is the process of mixing of one s orbital and one p orbital to form 2 sp hybrid orbitals. രണ്ട് പുതിയ ഓർബിറ്റൽസ്. ഏതൊക്കെയാണ് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ? ഒരു എസ് ഓർബിറ്റലും ഒരു പിയും, ഇതാ ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു പി ഓർബിറ്റൽ മിക്സ് ചെയ്യപ്പെടുന്നു. എന്നിട്ട് ഉണ്ടാകുന്നതിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയാവോ? sp ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ ഇത്ര എഴുതാ, ഇതാ ഇങ്ങനെ. ഏകദേശം നമ്മൾ sp2ഉം sp3യും വരച്ചില്ലേ, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് sp2 പറഞ്ഞ പോലെ അല്ല, ആ ലോബിന്റെ സൈസിൽ ഒരു വ്യത്യാസം അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് കുറച്ചുകൂടി ഉണ്ടയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടാകും? ഇങ്ങനെയുള്ള 2 എണ്ണം ഉണ്ടാകും. അപ്പൊ ഇതാണ് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ ഷേപ്പ്. ഇതാണ് ഇങ്ങനെയുള്ള 2 എണ്ണം ഉണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒന്നും ഇറഗുലർ ആയിട്ടല്ല അറേഞ്ച് ചെയ്യപ്പെടുന്നത്. they will arrange in a definite geometric fashion. ഓക്കെ, അപ്പോ ഇത് 2 എണ്ണം ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യപ്പെടുന്നത് എങ്ങനെയാ? നിസ്സംശയം പറയാം, അത് ലീനിയർ ഷേപ്പിലായിരിക്കും. 2 എണ്ണം ഉണ്ടെങ്കിൽ ലീനിയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യപ്പെടും എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വളരെ സിമ്പിൾ ആണ്. ഇതാ ഇതൊരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇതേപോലത്തെ രണ്ടാമത്തേത്, ഇത് രണ്ടാമത്തേത്, ഇങ്ങനെ അറേഞ്ച്. ഇതാണ് ലീനിയർ ഷേപ്പ്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ആക്സിസുകൾ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കണോ? ഇതാണ് ഒന്നാമത്തെ ആക്സിസ്, ഇത് രണ്ടാമത്തെ ആക്സിസ്. അപ്പൊ ആക്സിസുകൾ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി അല്ലേ, 180 ഡിഗ്രി. ഇനി ഇത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു എത്രയാ സ്കാറ്റർ? 50% സ്കാറ്റർ ആൻഡ് 50% പി ക്യാരക്ടർ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പറ? sp hybridization involving the mixing of one s orbital and one p orbitals to form 2 sp hybrid orbitals. These 2 sp hybrid orbitals will arrange in a linear fashion with axial angle 180 degree. Each sp hybrid orbital has 50% s character and 50% p character. Simple. Okay. ഇത് നമ്മൾ അതിന്റെ 2 എക്സാമ്പിൾ പറയാൻ വേണ്ടി കൊടുക്കാം. 2 എക്സാമ്പിൾ. എക്സാമ്പിൾ 1, BeCl2, बेरिलियम क्लोराइड है, सेंट्रल आटम इस बेरिलियम. ഈ ബെരിലിയം ക്ലോറൈഡിലെ സെൻട്രൽ ആറ്റം ആയിട്ടുള്ള ബെരിലിയം sp ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, സെൻട്രൽ ആറ്റം ആയിട്ടുള്ള ബെരിലിയം sp ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്.
അപ്പൊ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ആദ്യം ബെറിലിയത്തിന്റെ എന്ത് എഴുതണം? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബെറിലിയം is 1s2. എത്രാമത്തെ ഗ്രൂപ്പാ? സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് അല്ലേ? അപ്പൊ എന്താണ് 1s2 2s2 2p0 4 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ 2s കംപ്ലീറ്റ് ആയി. 2p ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, അപ്പോ 2s ല് 2 എണ്ണം, 2p 0 3 എണ്ണം വാക്കന്റ് ആയിട്ടാണ്. ഇനി എന്താ സംഭവിക്കുക? ക്ലോറിൻ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു എന്നറിഞ്ഞാൽ 2s ലെ ഒരു ഇലക്ട്രോൺ 2p ലേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ബെറിലിയം is given by 1s2 2s1 2p1. ഇതാ എക്സൈറ്റേഷൻ കംപ്ലീറ്റ് ആയി. എക്സൈറ്റേഷൻ കംപ്ലീറ്റ് ആയ പിന്നെന്താണ് അയാൾ ചെയ്യുന്നത്? സെൻട്രലായിട്ട് അയാൾ ഒരുങ്ങാണ്. സെൻട്രലായിട്ടും ഒരുങ്ങാണ്. എന്തിനു വേണ്ടിയിട്ട്? ക്ലോറിൻ വരുന്നുണ്ട് എന്ന് വിവരം കിട്ടി. ക്ലോറിനെ സ്വീകരിക്കേണ്ടത്, ക്ലോറിൻ കൊണ്ടുവരുന്ന ഇലക്ട്രോൺ സ്വീകരിക്കേണ്ടത് സാധാരണ അറകളിലേക്കല്ല, ചമയിച്ചിട്ടുള്ള അല്ലെ മുഞ്ചാക്കിയിട്ടുള്ള അറകളിലേക്കാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ റൂം റെഡിയാക്കാണ്. എങ്ങനെ? എക്സൈറ്റേഷൻ കഴിഞ്ഞു, ഇനി അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അലങ്കരിക്കണം. അങ്ങനെ അലങ്കരിച്ച റൂമുകളാക്കി മാറ്റുകയാണ്. എസ് മിക്സ് ചെയ്തു വിത്ത് പി 1s 1 2s and 1 2p orbitals undergo mixing to form two new orbitals which are the hybrid orbitals and are called sp hybrid orbitals. 1 2 മാഫിൽഡ്. സംശയം ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 sp hybrid orbital ആര് അറേഞ്ച് ചെയ്തു? ബെറിലിയം റെഡിയാക്കി വെച്ചു. അതാ ബെറിലിയം റെഡിയാക്കി വെച്ച 2 sp hybrid orbitals. എങ്ങനെ? ഇൻ എ ലീനിയർ ഫാഷൻ. ലീനിയർ ഫാഷനിൽ 2 എണ്ണം റെഡിയാക്കി. ഓക്കെ, ഇനി എന്താ സംഗതി? ക്ലോറിൻ വന്നു, എത്തി. ക്ലോറിൻ റെഡിയായിടാ. അല്ല, ക്ലോറിൻ വന്നു. ബെറിലിയം റെഡിയായപ്പോ ക്ലോറിൻ വന്നു. ക്ലോറിന്റെ കയ്യിൽ ഓരോ ക്ലോറിന്റെ കയ്യിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാലോ. എന്താണ്? 3s2 3p5. 3p5 എന്ന് പറയുമ്പോ ഏതെന്താ കാര്യമുണ്ടോ? നോക്കടാ. 1s2 2s2 2p6 3s2 3p5. 3s2 ഫിൽഡ്, 3p5 ല് pല് 3px ഫുള്ള്, 3py ഫുള്ള്, 3pz ഹാഫ് ഫിൽഡ്. അത് ഈ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഓരോ ക്ലോറിന്റെ 3p ഓർബിറ്റലുമായിട്ട് 3pz 3p അല്ല 3pz ഓർബിറ്റലുമായിട്ട് end to end ഓവർലാപ്പിംഗ്. ഓക്കെ, അപ്പൊ ഈ 2 ഓവർലാപ്പിംഗ് നടന്നത് എങ്ങനെയാണ്? ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്, end to end ഓവർലാപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ട് അത് സിഗ്മ ബോണ്ടാണ്. സോ ബെറിലിയം 2 ക്ലോറിനുമായിട്ട് ഉണ്ടാക്കിയ ഈ ബോണ്ട് രണ്ടും സിഗ്മയാണ്. ഓക്കെ, കഴിഞ്ഞു. ഏത്? ബെറിലിയം ക്ലോറിൻ്റെ കഴിഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾക്കൊന്ന് വേർഡ്സിൽ പറഞ്ഞുകൂടെ? അപ്പൊ ഈ 2 കോൺഫിഗറേഷൻ എഴുതുക, എന്നിട്ട് പറയുക ആഫ്റ്റർ എക്സൈറ്റേഷൻ 1 2s orbital and 1 2p orbital of beryllium undergo mixing to form 2 sp hybrid orbitals.
These two sp hybrid orbitals were arranged in linear manner. Each sp hybrid orbital of beryllium overlap axially with half-filled 3p-z orbital of chlorine to form beryllium chlorine sigma bonding. Okay, thus the geometry of this BCl2 molecule is linear with bond angle 180 degree. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, അതാണ് കാര്യപ്പെട്ട എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ 2. ഇതെല്ലാം ചിത്രം വരക്കാൻ എന്തായാലും പഠിക്കണം, പരീക്ഷയ്ക്ക് വരക്കാൻ പറയും. ഷോ ദി hybridization picture or overlapping picture of a C2H4 molecule or C2H6 molecule. Okay, ഇനി നമ്മൾ പറയാൻ പോകുന്നത് C2H2 കാർബണിന്റെ വേറൊരു മോളിക്യൂൾ ആണ്. ഇതിന്റെ പേരെന്താ? ഇഥൈൻ. ഇതിന്റെ വേറൊരു പേരാണ്, കോമൺ നെയിമാണ് അസറ്റൈലീൻ or acetylene. Okay, അപ്പൊ തെറ്റിക്കൂടാ. ഈഥീന്റെ വേറൊരു പേരാണ് എത്തിലീൻ, ഈഥൈന്റെ വേറൊരു പേരാണ് അസറ്റൈലീൻ or acetylene. Okay, ഇനി ഈ അസറ്റലീനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ കുഞ്ഞോളെ? 2 എണ്ണം ഇല്ലേ? രണ്ടാളും sp ഹൈബ്രിഡൈസർ സ്റ്റേറ്റിലാണ്. രണ്ട് പേരും sp ഹൈബ്രിഡൈസർ സ്റ്റേറ്റിലാണ്. ഓക്കെ, രണ്ടുപേരും sp ഹൈബ്രിഡൈസർ സ്റ്റേറ്റിലാണ്. അപ്പൊ ഞാൻ ആദ്യം അതിൽ ഒരു കാർബൺ കാണിക്കുന്നു, അത് മറ്റേ കാർബൺ, രണ്ടാമത്തെ കാർബൺ അതേപോലെ. അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ഒന്നാമത്തെ കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ ഈസ് 1s2 2s2 2p2. ഓക്കെ, ഇനി നിങ്ങൾ പറ, ഈ 2s-ല് 2 ഇലക്ട്രോൺ, 2p-ല് 2 ഇലക്ട്രോൺ. ഇനി എന്താ ചെയ്യാ? യെസ്, ഇനി അയാളെ റെഡിയാണ്, കാർബൺ റെഡിയാണ്. എങ്ങനെയാ? ഹൈഡ്രജൻ വരുന്നുണ്ട് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? 2s-ൽ ഒരു ഇലക്ട്രോൺ 2p-ലോട്ട് ജമ്പ് ചെയ്യുന്നു, which is the excitation and the excited state. Electronic configuration of carbon is 1s2 2s1 2p1. ബോക്സ് ടൈപ്പ് കാണിക്ക്. യെസ്, ഇതാ 2s-ൽ 1, 2p-ൽ 3 എണ്ണം, 1 2 3. ഓക്കെ അല്ലേ? ഇനി എന്താ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സൈറ്റേഷന് ശേഷം കാർബണിന്റെ കയ്യിൽ 4 ഹാഫ്-ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. പക്ഷേ മിക്സിംഗിൽ ഏർപ്പെടുന്നത് ഈ 2 എണ്ണം മാത്രം, ഒരു 2s-ഉം ഒരു 2p-യും. അത് C2H6 ആണെങ്കിൽ, നേരെ ശ്രദ്ധിക്ക്, C2H6 ആണെങ്കിൽ 4 പേരും മിക്സിംഗിൽ ഏർപ്പെടും. C2H4 ആണെങ്കിലോ ഈ 1-ഉം ഈ 2 എണ്ണവും. അതേസമയം C2H2-ലേക്ക് എത്തുമ്പോൾ ഇതിലൊന്നും മാത്രം. ഓക്കെ, ഈ 2 എണ്ണം മിക്സിംഗിൽ ഏർപ്പെട്ടിട്ട് 2 പുതിയ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. ആ 2 പുതിയ ഓർബിറ്റലാണ് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അപ്പൊ ബാക്കി 2 എണ്ണം ഇല്ലേ? ഈ 2 എണ്ണം 2py 2pz, 2py-യും 2pz-ഉം. ഈ 2 എണ്ണം അൺഹൈബ്രിഡൈസ്ഡ് ആണ്. ഇവിടെയോ C2H4-ല് 2pz ആണ് അൺഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിൽ. ഇവിടെ അൺഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിൽ ആരുമില്ല. C2H6-ല് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ആരുമില്ല. ഇവിടെ ഒരു ഓർബിറ്റൽ 2pz ഓർബിറ്റൽ അൺഹൈബ്രിഡൈസ്ഡ് ആണ്. ഇവിടെ 2pz-ഉം 2py-യും അൺഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ,
അപ്പൊ ഈ രണ്ടെണ്ണം ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്താൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടാവും? രണ്ട് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, ആ രണ്ട് ഓർബിറ്റൽ എങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടും? ആ രണ്ട് ഓർബിറ്റൽസ് ഇതാ ഇങ്ങനെ, ഇതാ 1 2 ലീനിയർ ഫാഷനിൽ അറേഞ്ച് ചെയ്യപ്പെടും. കേൾക്കണേ, തെറ്റിക്കൂടാ. ഇതാ ലീനിയർ ഫാഷനിൽ അറേഞ്ച് ചെയ്യപ്പെടും. ഞാൻ കുറച്ച് വലുതാക്കി കാണിക്കട്ടെ കുഞ്ഞാണെ, മനസ്സിലാക്കാൻ വേണ്ടിട്ട് കുറച്ച് വലുതായിട്ട് കാണിക്കാണേ. ഇത് ഒരു കാർബണിന്റെ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് അറേഞ്ച്ഡ് ലീനിയർലി. ഇനി ഈ കാർബണിന്റെ ഇതാണ് രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യും. നേരെ കേൾക്കണം, രണ്ടെണ്ണം ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഇനി ഈ കാർബണിന്റെ കയ്യിൽ 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്. അതിൽ ഒന്ന് ഈ പ്ലെയിനിന് ഇത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും, ഇങ്ങനെ നിൽക്കും. മറ്റേത് ഇങ്ങനെ നിൽക്കും, ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവുക. ഇത് രണ്ടെണ്ണം sp ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, ഇത് അൺഹൈബ്രിഡൈസ്ഡ് 2px ഓർബിറ്റൽ. ഓക്കെ, ഇത് അൺഹൈബ്രിഡൈസ്ഡ് 2px അല്ല 2pz ഓർബിറ്റൽ. ഇത് 2py ഓർബിറ്റൽസ്. ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ രണ്ടെണ്ണത്തിന് ഞാനിവിടെ കാണിക്കാണ്. അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2p, നേരത്തെ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2py, സോറി 2py അല്ലെങ്കിൽ 2pz. ഇത് രണ്ടെണ്ണം ഞാൻ കാണിച്ചത്. ഈ രണ്ടെണ്ണമാണിത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ചുവപ്പ് ഞാൻ കാണിച്ചിട്ടുള്ളത്. മറ്റത് എങ്ങനെയാണ്? മറ്റത് ഇതൊന്നും കൂടി ഇല്ലേ, 2py, അതിങ്ങനെ ഇങ്ങനെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഈ രണ്ടെണ്ണത്തിന് പെർപെൻഡിക്കുലർ ആണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് ഇങ്ങനെയാണ് അടുത്തത് ഉണ്ടാവുക. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നു, നീലയിൽ കാണിക്കുന്നു. തെറ്റിക്കൂടാ, സംഗതി മനസ്സിലാക്കണോ? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഇതാ sp ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ sp ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇനിയോ ഈ 2py ഒരു ഇലക്ട്രോൺ ഉണ്ട്, 2pz ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഒരു കാർബൺ അതാണ്. ഇതേപോലെ മറ്റേ കാർബൺ, രണ്ടാമത്തെ കാർബൺ ഇതേപോലെ. ഇനി ഇതാ മാഷ് രണ്ടാമത്തെ കാർബണിന്റെ കാണിക്കുന്നു. ഇതാ സെക്കൻഡ് കാർബൺ. ഇത് രണ്ടാമത്തെ കാർബണിന്റെ 2 sp ഓർബിറ്റ്, sp ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, അത് ഹാഫ് ഫീൽഡ്. ആ കാർബണിന്റെ 2pz ഓർബിറ്റൽ, അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2pz ഓർബിറ്റൽ. ഓക്കെ, അതേ കാർബണിന്റെ 2py ഓർബിറ്റൽ. അപ്പൊ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് നമ്മൾ കാണിച്ചു. ഓക്കെ, ഇതും ഹാഫ് ഫീൽഡ്, ഇതും ഹാഫ് ഫീൽഡ്. അപ്പൊ 2 കാർബൺ ഇപ്പൊ റെഡി ആയില്ല മക്കളെ, 2 കാർബൺ ഇപ്പൊ റെഡിയായി. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിച്ചോ, ഇനി 2 കാർബൺ പരസ്പരം അപ്രോച്ച് ചെയ്യാണ്. ഓക്കെ, ഇതാ ഇത് ഒരു കാർബണ്, ഇത് മറ്റേ കാർബണിന്റെ രണ്ടാമത്തെ കാർബണിന്റെ sp ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇത് ഈ കാർബണിൻ്റെത്, ഈ കാർബണിൻ്റെത്, ഈ രണ്ടുപേരും അപ്രോച്ച് ചെയ്യാണ്. ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് ഒന്നിന്റെ sp ആയിട്ടുള്ള ഓർബിറ്റൽ മറ്റേതിന്റെ sp ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. എങ്ങനെ? എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്, ആക്സിയൽ ഓവർലാപ്പിംഗ്. അത് ഞാൻ ബോർഡിൽ ഇങ്ങനെ കാണിക്കുന്നു. ഇതിന്റെ ഓർബിറ്റൽ ഈ ഒരു ഓർബിറ്റലുമായിട്ട് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. ഓക്കെ, ഓർബിറ്റൽ വലുതായി വിചാരിക്കണ്ട, അടുത്ത് വന്നിട്ട് ഓവർലാപ്പ് ചെയ്തെന്ന് വിചാരിച്ചാൽ മതി.
രണ്ടാമത് മായ്ച്ചു എഴുതുന്ന സമയത്ത് നമുക്ക് സമയം പോകും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഒരു കാർബണിന്റെ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ മറ്റേ കാർബണിന്റെ sp ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഇലക്ട്രോൺ ഷെയർ ചെയ്തു. അങ്ങനെ അവർക്കിടയിൽ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. അവിടെ ആക്സിയൽ ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് ആ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് സിഗ്മ ബോണ്ട് ആണ്. ഇനി ഓരോ കാർബണിന്റെ കയ്യിലും ഓരോ sp ബാക്കിയുണ്ട്. ഒന്ന് പരസ്പരം ഓവർലാപ്പ്, ഇതിന് ഒന്ന് ബാക്കിയുണ്ട്. ആ ഒന്ന് ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നു, ഒരു ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നു. ഓക്കെ, മറ്റേ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ആക്ച്വലി അങ്ങനെയാ ഓവർലാപ്പിംഗ് നടന്നത് എൻഡ് ടു എൻഡ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന CH കോവാലന്റ് ബോണ്ട് ഉണ്ടല്ലോ, കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള കോവാലന്റ് ബോണ്ട്, അത് സിഗ്മ ബോണ്ട് ആണ്. അങ്ങനെ 3 സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്തു. ഇനി നന്നായി ശ്രദ്ധിക്കണം, ഈ രണ്ടെണ്ണം പരസ്പരം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്താവും അറിയാവോ? ഇതിന്റെ ഈ സൈഡുമായിട്ട് മുട്ടും. ഇത് ഒന്ന് മറ്റൊന്നുമായിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഈ രണ്ടെണ്ണമാണ് ഇതിന് വിചാരിക്കുന്നത്. ഇത് പരസ്പരം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ ലോബുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ മുട്ടും. ഓക്കെ, ഇതിങ്ങനെ മുട്ടും, ഇങ്ങനെ മുട്ടും. അതായത് 2pz ഓർബിറ്റലുമായിട്ട് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടക്കും. അങ്ങനെ പുതിയൊരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. പക്ഷെ ഇത് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് ആ കോവാലന്റ് ബോണ്ട് പൈ ബോണ്ട് ആണ്. അതേപോലെ ഇത് ഇങ്ങനെ മുട്ടുന്ന സമയത്ത് ഈ രണ്ടെണ്ണം ഇതിങ്ങനെ മുട്ടുമ്പോൾ ഇപ്പുറത്തില്ല, ഈ രണ്ടെണ്ണമാണ് 2pz, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇത് 2py. ഇങ്ങനെ മുട്ടുമ്പോൾ ഇത് ഇവിടെ മുട്ടും, ഇത് ഇവിടെ മുട്ടുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ മുട്ടും. അതായത് ചിത്രത്തിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം, ഈ പിയുമായിട്ട് സൈഡ് വൈസ് ഓവർലാപ്പിംഗിൽ പെടും. അങ്ങനെ 2 സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ പൈ ബോണ്ട്. ഓക്കെ, so this is the bonding in C2H2. അപ്പോൾ C2H2 ടോട്ടൽ 5 ബോണ്ട് ഉണ്ട്. 5 ബോണ്ടിൽ 3 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും. ക്ലിയർ? സംശയമില്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് 2 ഹൈബ്രിഡൈസേഷൻ കൂടിയുണ്ട്, അത് അടുത്ത